കൂടാരം ആശയത്തോർക്കാശയമരുളും അഭയസങ്കേതം Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഈ വചന കൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ വചനത്തിൻ്റെ മാറ്റുലികൾ കേൾക്കുകയാണ്. വചനം കേട്ട് അത് അനുഭവിച്ചവരുടെ സാക്ഷി ജീവിതങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ, വേദനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ, പലപ്പോഴും അതിൻ്റെ കാരണം കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, നിൻ്റെ ജീവിതം വചനത്തിനനുസരിച്ച് ക്രമീകരിക്കുക, നീ ചോദിക്കുക, നിൻ്റെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും കർത്താവ് ഉത്തരമരുളും. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഈ നിമിഷങ്ങൾ കർത്താവ് നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന നിമിഷങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Divine, divine, divine blessing. Divine, divine, divine. നമുക്കറിയാം, അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യൗവനത്തിൽ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ തന്നെ മക്കളെ ഓർത്ത് ഭയങ്കര ആകുലതയാണ് മാതാപിതാക്കന്മാർക്ക്. അപ്പോൾ വാർദ്ധക്യത്തിൽ കൊച്ചു ജനിച്ചാലോ ഒത്തിരി ആകുലതയും ഉത്കണ്ഠയും ഉണ്ടാകും. വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടാകുന്ന പല മാതാക്കന്മാരും ചിന്തിക്കും, ദൈവമേ, ഇവനെ ഒരു നിലയിലാക്കിയിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ? തന്നെയല്ല, ഈ കൊച്ചിന് ആവശ്യമുള്ള പലതും എൻ്റെ ഈ വാർദ്ധക്യം മൂലം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ വാർദ്ധക്യത്തിൽ കുട്ടികൾ ജനിച്ചാൽ ഭയങ്കര ആകുലതയായിരിക്കും മക്കളെക്കുറിച്ച്. കാരണം അവർക്ക് വേണ്ടത് പലതും ചെയ്തു കൊടുക്കാനുള്ള ശാരീരിക ആരോഗ്യമൊന്നും വാർദ്ധക്യത്തിലുള്ളവർക്കില്ല. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലൊരു സങ്കടമായി കിടപ്പുണ്ടാകും. അങ്ങനെ മക്കളെക്കുറിച്ച് ഒത്തിരി ആകുലതയും ഉത്കണ്ഠയും വാർദ്ധക്യത്തിൽ പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. അബ്രാഹത്തിൻ്റെയും മനസ്സിൽ ഇസഹാക്കിനെ കുറിച്ച് വലിയ ആകുലതയും ഉത്കണ്ഠയും ഉണ്ട്. ഇവനെ ഒരു നിലയിലാക്കിയിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ? അബ്രാഹത്തിൻ്റെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ്. അപ്പോൾ ഒത്തിരി ആകുലതയും ഉത്കണ്ഠയും കൊണ്ട് അബ്രാഹം നിറഞ്ഞപ്പോൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ മകനെ എനിക്കായിട്ട് ബലിയർപ്പിക്കുക. വളരെ വേദനാജനകമാണെങ്കിലും അബ്രാഹം അതിന് തയ്യാറായി. അങ്ങനെ അബ്രാഹം ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ബലിയർപ്പിക്കുവാനായി മോറിയ മലയിലേക്ക് പോയി. ആ ബലിപീഠത്തിലേക്ക് ഇസഹാക്കിനെ വെച്ചതോടുകൂടി
അബ്രാഹത്തിൻ്റെ ഉള്ളിലെ ബലിയർപ്പണം നടന്നു കഴിഞ്ഞു. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് പിതാവായ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്നാണ്. പക്ഷേ പിതാവായ ദൈവം പുത്രനായ ദൈവത്തിലൂടെയാണ് സൃഷ്ടിച്ചത്. കാരണം പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കണം, അനുസരിക്കണം. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒറ്റ വാക്കുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ആ വാക്ക് ദൈവം പിൻവലിച്ചാൽ പിന്നെ സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. ദൈവം ആ വാക്ക് പിൻവലിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് അനശ്വരമാണ്, നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അത് പിൻവലിക്കാല ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്മതിച്ചല്ലോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി വേറൊരു ഭാഗം മത്തായി 8:16 സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ ഔട്ടത്തൂരിൽ വരുന്നു. ഇവിടെ ധ്യാനത്തിൽ കൂടിയപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ തെറ്റിദ്ധാരണകൾ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കുറേ തകർച്ചകളൊക്കെ പറ്റുന്നുണ്ടെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഇവിടുത്തെ പ്രേക്ഷിതരുടെ പ്രസംഗവും പ്രത്യേകിച്ച് എന്നെ ഏറ്റവും തൊട്ടറിഞ്ഞത് പനക്കിടച്ചലിൻ്റെ പ്രസംഗങ്ങളാണ്. പുള്ളി നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞപ്പോഴും പിന്നെ എന്തുകൊണ്ടാണ് തകർച്ചകൾ ഉണ്ടാകുന്നത്, അതെങ്ങനെ അതിനെ മറികടക്കാം എന്നൊക്കെ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു തന്നു. അതിലുപരി നമുക്കുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന ഓരോ മുറിവുകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന വലിയ ദുഃഖവും ഭയങ്കര ഭാരവും ഭയങ്കര വിദ്വേഷ മനോഭാവവും എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കഴിയുന്ന ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ അവരോട് ക്ഷമിക്കാൻ, എനിക്ക് ദേഷ്യമുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപയും മനസ്സിൽ നിന്ന് തന്നെ വലിയൊരു കല്ല് ഇറക്കി വെച്ച മാതിരി, വലിയൊരു ഭാരമുള്ള കല്ല് ഇറക്കി വെച്ചൊരു ഫീല് കിട്ടിയായിരുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കൃപയ്ക്ക്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഈ വായിക്കുന്ന ബൈബിളിലെ വചന വരികൾക്കിടയിൽ പറയേ ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനുണ്ട് എങ്കിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ആ ബൈബിളിൽ ഓരോ വചനത്തിലൂടെയും ദൈവം എന്നോടാണ് പറയുന്നത്. ആരോടാ പറയണേ? എന്നോട്. അപ്പോൾ ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ടെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുന്ന എന്നോടാണ് എൻ്റെ കർത്താവ് പറയുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ബൈബിൾ വചനം വായിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ ആ ബൈബിളിലെ വചന വരികൾക്കിടയിൽ ഞാൻ കാണണം. അങ്ങനെ ഞാനുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് വേണം ഞാൻ ആ ബൈബിൾ വായിക്കാൻ. അപ്പോൾ ഓരോ വരികളിലും ഞാനുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്ന ഓരോ വരിയിലെ ഓരോ കാര്യങ്ങളും എന്നോടാണ് പറയുന്നത്. ദൈവം കായേനോട് ചോദിച്ചു, കായേൻ നിന്റെ സഹോദരൻ അപ്പൊ ദൈവം ആബേൽ എവിടെയെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം എന്താ ചോദിച്ചത്? അവനറിയാവോ? അതായത് കായേൻ ചെയ്ത കാര്യം ദൈവത്തിന് അറിയാവോ എന്ന്, കായേൻ അറിയാവോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണെന്നറിയാവോ? ഞാനും നിങ്ങളും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കാവൽക്കാരനും കാവൽക്കാരിയും ആകണം.
നമ്മൾ അവരുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. എൻ്റെ പേര് ദിയ, ഇതെൻ്റെ അനിയന റോഹൻ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഒരാഴ്ച ധ്യാനം കൂടി. വന്നപ്പം അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. പക്ഷെ എന്നാലും വചനം എല്ലാം കേട്ടപ്പം ഈശോ ശരിക്കും ബൈബിളിൽ കൂടെ സംസാരിക്കുന്ന പോലെ തോന്നി. പല മേഖലകളിൽ ഹീലിംഗ് കിട്ടുന്ന പോലെ തോന്നി. നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടെ വന്ന് കൂടിയതിൽ നല്ല സന്തോഷം. ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് അവസാനം ഈ വചനം പറഞ്ഞു വെക്കുകയാണ്, ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ചാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. അവസാനത്തെ വചനം, 13ാമത്തെ വചനം, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഒരുപാട് ആയുധങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ ആയുധമുണ്ട്, ഉപവാസത്തിൻ്റെ ആയുധമുണ്ട്, അങ്ങനെ വചനത്തിൻ്റെ ആയുധമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധം, ഇതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഏതാണെന്നറിയാവോ? വചനം. വചനത്തെക്കാൾ ഉപരിയായി എല്ലാ അന്ധകാര ശക്തികളെയും തുടച്ചു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നിഴലിലും ഭീതിയിലും വസിച്ചിരുന്നവർക്കായി പ്രകാശത്തിൻ്റെ ദീപ്തി ഉദയം ചെയ്തു. ലോകത്തിന് വലിയ ആശ്വാസമരുളുന്ന വചനമാണത്. അനേകം മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന വലിയ ഭയത്തെ യേശുവിൻ്റെ വരവോടുകൂടി ആ ഭയത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ആഹ്വാനമാണത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ പ്രകാശം കണ്ടു. ലോകം മുഴുവനും അന്ധകാരമായിരുന്നു. ആരെ ആരാധിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം എന്നൊന്നും കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലാതിരുന്ന ഒരു കാലത്താണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം സൂചിപ്പിക്കുന്നത്, യേശു വരുന്നത് ദൈവപുത്രനായിട്ട്. അപ്പോൾ അതോടുകൂടി ലോകത്തിന് മുമ്പിൽ കിടക്കുന്ന അന്ധകാരത്തിൽ നിന്ന് മനുഷ്യന് വലിയൊരു പ്രകാശം, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു പ്രകാശവും പ്രചോദനവും ലഭിക്കുകയാണ്. വലിയ പ്രകാശം കണ്ടു. എന്താണ് ആ വലിയ പ്രകാശത്തിൻ്റെ പ്രത്യേകത? മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉണർവ് നൽകുന്ന, ഉന്മേഷം തരുന്ന വെളിച്ചമായി യേശുവിൻ്റെ വരവ് പ്രകടിപ്പിക്കുകയാണ്. ശാരീരികമായി വിഷമിക്കുന്ന അനേകം മനുഷ്യരെ യേശു സൗഖ്യം കൊടുത്ത്, ആശ്വാസം കൊടുത്ത്, സുഖപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാനസികമായി വിഷമിക്കുന്ന അനേകം മക്കൾക്ക് അവിടുന്ന് ആശ്വാസം അരുളി ജീവിതം കൊടുക്കുന്നുണ്ട്. ആത്മാവിൽ മുറിവേറ്റ അനേകം മനുഷ്യർക്ക് കർത്താവ് ദൈവപുത്രനാണ് എന്ന് പ്രകടിപ്പിക്കുമ്പോൾ
അത് ആശ്വാസത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും എല്ലാം ഒരനുഭവമായി ജനം തിരിച്ചറിയും. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ്. ഒരു ജീവൻ്റെ സമൃദ്ധി യേശുനാഥൻ നമുക്ക് കാഴ്ചവെക്കുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ മുഴുവനും. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് അനീഷ. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് എൻ്റെ അമ്മ. എനിക്ക് യേശുവിനെ കുറിച്ച് അത്രയ്ക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ഈ ധ്യാനത്തിൽ കൂടിയതിനു ശേഷം എനിക്ക് ഉറപ്പിച്ച് എൻ്റെ കൂടെ യേശു ഉണ്ടെന്ന എനിക്ക് തോന്നി. യേശുവിന് ഒരുപാട് വിശ്വസിച്ച് കൊണ്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. നേരത്തെ കൂടിയിട്ടുണ്ട്. നടക്കാൻ വയ്യാതെ ഒറ്റുള്ളത് വാക്കറില വന്നതാ. ആദ്യം ഇവിടെ വന്ന് കളിഞ്ഞിട്ട് ധ്യാനം കൂടി കളിഞ്ഞിട്ട് ഞാൻ വാക്കറിൽ നിന്ന് നല്ല നടന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. Divine, divine, divine blessing. Divine, divine, divine. അങ്ങനെ ആകുലത മാറ്റി ഇങ്ങനൊരു ജീവിത രീതിയും ജീവിത ശൈലിയും ഞാൻ സ്വയത്തമാക്കുമ്പോൾ എന്താണ് എന്നിൽ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. എൻ്റെ പേര് ഷാജി. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഒരാഴ്ച ധ്യാനത്തിൻ്റെ ഇതിൽ നല്ല ആന്തരിക സൗഖ്യത്തിൽ ധ്യാനം കൂടിയതാണ്. കുഴപ്പമില്ല, നല്ല അനുഭവമാണ്. മാനസികമായിട്ടും എല്ലാത്തിലും നല്ല സൗഖ്യമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്, പറയുന്നതിന് വിപരീതമായി ചെയ്യുന്നത്? എന്നിട്ട് ദൈവം പറയുകയാണ്, വഞ്ചനയിലാണ് അവർക്ക് ആസക്തി, തിരിച്ചു വരാൻ അവർക്ക് മനസ്സൊന്നുമില്ല. ഇങ്ങനെ വന്നു, കുറച്ച് നാള് പ്രാർത്ഥനാ സ്തോത്രം, കുറച്ച് നാൾ കഴിയുമ്പം വീണ്ടും പഴയതുപോലെ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അവർക്ക് ആസക്തി വഞ്ചനയിലാണ്. എൻ്റെ പേര് ജീന. ഞാൻ ഇടുക്കി രാജാക്കാടുന്ന് വരുന്നു. ഞാൻ ഇവിടെ ഒരാഴ്ച ധ്യാനം കൂടിയിട്ട് എനിക്ക് നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റി. എൻ്റെ കാലിന് വേദന ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. ഇതെൻ്റെ ഭർത്താവ് ബിനു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്താണ് എടുക്കേണ്ടുന്ന ഉറപ്പ്? നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 11 മുതൽ 38 വരെ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. ദൂത്രപുത്തൻ്റെ കഥ. ലൂക്കായുടെ സുവിശേഷം 5 മുതൽ 38 വരെ. നമുക്കതിൻ്റെ കണ്ടന്റ് നമുക്കെല്ലാം അറിയാം അല്ലേ? എൻ്റെ പേര് മിനി. സ്ഥലം മറ്റം. ധ്യാനം നന്നായിരുന്നു. ഒരു ഉണർവ് ഉഷാറൊക്കെ കിട്ടി. ക്ഷമിക്കാനുള്ള കൃപ കിട്ടി.
ദൈവത്തിന് അടുത്തറിയാൻ കൃപ തന്നു. എൻ്റെ പേര് തെരേസ. ഞങ്ങൾ കർണാടക ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മക്കള്, മോള് നവ്യ, ഇതെൻ്റെ മോൻ നവൻ. സോ ഞങ്ങൾ ഒത്തിരി കാലം തൊട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു ധ്യാനം കൂടണം എന്നോർത്ത് വന്നതാണ്. എൻ്റെ മോന് +2. സോ വെക്കേഷൻ വേറെ സ്ഥലത്ത് പോകുന്നതിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങളിവിടെ എത്തിയതാണ്. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ദൈവത്തിൻ്റെ അറിവും വചനങ്ങളും ആന്തരിക സൗഖ്യം ഇവിടെ അനുഭവപ്പെട്ടു. ഇനി എല്ലാ വെക്കേഷനിലും ഞങ്ങൾ ഇങ്ങോട്ട് വരണം, ദൈവത്തിനെ ഇച്ചിരി കൂടെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു. ദൈവ ആരാധനയുടെ മഹത്വം, ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാൻ ഞങ്ങൾക്ക് ഒത്തിരി സഹായിച്ചു. എല്ലാവർക്കും ഈ ധ്യാന സെന്ററിനും ഇവിടെ നടത്തുന്ന എല്ലാ അച്ഛന്മാർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാമൻ ജീവനു സ്നേഹവുമേ വായേശുനാഥ. തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി 3 ബലിപീഠങ്ങൾ നമ്മിലുള്ളത്. ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം, സഹോദര സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം, നമ്മോട് തന്നെയുള്ള സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം. ദൈവസ്നേഹബന്ധത്തിൻ്റെ ബലിപീഠങ്ങൾ 10 കൽപ്പനകളിൽ 3 കൽപ്പനകൾ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ല മറ്റേ നിനക്കുണ്ടാകരുത്. നിൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്കായിരിക്കണം 1-ാം സ്ഥാനം. ചിന്തിക്കുക, ജീവിതം കൊണ്ട് നീ ഒരു ക്രിസ്ത്യാനിയാക്കുക, പേരുകൊണ്ടല്ല. നിനക്ക് വിശ്വാസ ജീവിതം വേണം. നിനക്ക് എന്താണോ ഇന്ന് ആവശ്യമായിട്ടുള്ളത് എൻ്റെ തമ്പുരാന് തരാൻ കഴിയും. കുഞ്ഞാണോ, ജീവിത പങ്കാളിയാണോ, വീടാണോ, ജോലിയാണോ, രോഗശാന്തിയാണോ, വിശ്വസിക്കുക. ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരണം ഇന്നിവിടെ. 2 കരം ഉയർത്തിപ്പിടിച്ച് എല്ലാം മറന്ന് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാം പ്രൈസ് ദി ലോർഡ്. Divine blessing, divine ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഈശോ പരിശുദ്ധാത്മാവിനെ തരുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം തരുന്ന ആത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള നാളുകളിലെല്ലാം ഈ ധ്യാനത്തിലൂടെ നമുക്ക് നല്ല ബോധ്യങ്ങൾ കിട്ടി. ഈ ബോധ്യം തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഏത് ബലഹീനതകളിലും നമ്മളെ ശക്തിപ്പെടുത്താൻ ശക്തിയുടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഏതെല്ലാം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരിക്കലും ആ ഭയത്തിൻ്റെ അവസ്ഥ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ പരാജയപ്പെടുവോ ഞാൻ വിജയിക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് കാര്യത്തിലാണെങ്കിലും കർത്താവ് നിനക്ക് വിജയം തരും. എന്തെന്നാൽ വിജയത്തിൻ്റെ ആത്മാവിനെയാണ് കർത്താവ് നിനക്ക് തരുന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത്, ഏതെല്ലാം വ്യക്തികളുമായിട്ട് കൂട്ടുകൂടണം, ഏതെല്ലാം വ്യക്തികളുമായിട്ട് കൂട്ടുകൂടരുത്. ഇതെല്ലാം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പോൾ
എല്ലാം പഠിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം കണ്ട് ഇനിയുള്ള നാളുകളിൽ അനേകരെ നിങ്ങൾക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഓരോ ആഴ്ചയിലും വചനം കേൾക്കാനായിട്ട് പറഞ്ഞുവിടാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞുവിടുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളിലും നിങ്ങളെ സഹായിച്ച് നിങ്ങളെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.